നമ്മൾ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യുവത ഏറ്റവും അധികം വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിൽ മികവ് കാരണം ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന അത്തരമൊരു ജനതയാണ് സാമ്പത്തിക വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് കരുതുമ്പോൾ അവർ ഈ വരുമാന സ്രോതസ്സുകൾക്ക് പകരം ഗവൺമെൻറ്റിൻ്റെ ഡോളിന് കാത്തിരിക്കുകയാണ്. ഏകദേശം 70 ലക്ഷത്തോളം കുടുംബങ്ങളുള്ള കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 35 ലക്ഷത്തോളം പെൻഷൻ നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനെ 65 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബത്തിലെയും യുവാക്കൾ, അധ്വാനശീലത്തിന് കഴിവുള്ള യുവാക്കൾ, അവർ സമ്പാദിക്കുകയും അവരുടെ എൽഡേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് ഈ പെൻഷൻ കിട്ടി അതിൽ നിന്ന് തങ്ങളുടെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുമെന്ന് ആരാ പറഞ്ഞത്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇതിലൊന്നും അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം ഈ പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്.